ഒരു ബിഷപ്പിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിനന്ദനം അർപ്പിച്ചത് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുമല്ലേ അല്ലേ? തലശ്ശേരിയിലുള്ള അല്ലേ? റബ്ബറിന് 300 രൂപ കൂട്ടി തന്നാൽ ഞങ്ങൾ BJP-ക്കാരെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ മതമേലധ്യക്ഷനാണ് അദ്ദേഹം. കൂടുതൽ ആളുകൾക്ക് ഒരു തിരിച്ചറിവ് വേണമെന്നുള്ളതാണ്. അതെ, തിരിച്ചറിവ് ഇനിയെങ്കിലും പോകണം. തിരിച്ചറിവ് അവർ പറഞ്ഞില്ലേ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാദർ പറഞ്ഞില്ലേ, കേരളത്തിൽ പറയുന്ന പോലെയൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്നും പറയാനേ പറ്റില്ല. ആശങ്കയാണ്. പാലസ്തീനിലെ മുസ്ലിം ജനസാമാന്യത്തിനെതിരായി ഈ ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്ന മറ്റൊരു ഉന്മൂലന സംവിധാനത്തിൻ്റെ വേറൊരു ശൈലിയാണ് ഇവിടെ കാണുന്നത്. വേറെ എന്താണ്? പിന്നെ ഈ രാഹുൽ ഗാന്ധി അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്, തെളിവുകൾ സഹിതമാണ്. ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വോട്ട് മാറ്റുന്നു, വോട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് അത് ഹിറ്റ്ലർ ഫാസിസം നടപ്പിലാക്കിയ ജനാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിൻ്റെ താന്നും തണലും ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ജനാധിപത്യം എന്ന് പേരിന് പറയുന്നു, യഥാർത്ഥത്തിൽ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്, വോട്ടവകാശം എന്ന് പറയുന്നത് BJP-ക്ക് അനുകൂലമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ BJP-ക്ക് 100% വോട്ട് കോട്ട കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ വന്ന് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ ഇവിടെ ഗുജറാത്ത് ആവർത്തിക്കും. ആരാണ് പിന്നെ വോട്ട് കൊടുക്കാതിരിക്കുക? ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളൊരു ഭാഗത്തും ആധിപത്യം മറ്റൊരു ഭാഗത്തുമായിട്ടാണ്. അതിനാണിപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായി, ഇത് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. മറ്റൊരു ഭാഗത്ത് വർഗീയത, മറ്റൊരു ഭാഗത്ത് ജനാധിപത്യ വിരുദ്ധ സമീപനം. ഇതുകൊണ്ടാണ് ഒരിക്കൽ നമ്മുടെ ചരിത്രകാരൻ നമ്മളെ നാരായണനില്ലേ, MGS നാരായണൻ വലിയൊരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇന്ത്യ രാജ്യത്ത് ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത്. അതിൻ്റെ ലക്ഷണമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു വിശകലനം നടത്തിയത് MGS ആയിരുന്നു.